പരിപാടി കഴിഞ്ഞോണ്ട് ഇറങ്ങിയോ കേട്ടോ. അതെ. കൊച്ചല്ലേ റിച്ചാർഡ്? ആ കുട്ടിച്ചൻ. അതെ. ആ പയ്യൻ ഇത് തന്നെ. വായോ. അതെ, അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് താത്തേക്ക് വന്നേ. നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് വിടറാ. ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന്? ഹൈ, വന്ന് രണ്ടു ഒക്കെ സംസാരിക്കും. ഒരു അപ്പം കൂടെ ഉണ്ട്. ഒന്ന് വന്നെങ്ങട്ട്. ഞാൻ കുട്ടിച്ചൻ. എൽദോസച്ചന്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഇത് ശ്രീവാച്ചൻ. എന്തെയ്യുന്നു? കൃഷിയാ. കൃഷി എന്ന് പറയുമ്പോ? കൃഷി എന്ന് പറയുമ്പോ എല്ലാ കൂട്ടം ഉണ്ടെന്നേ. റബ്ബറാ മെയിൻ. പിന്നെ ഇവന്റെ കൊടിക്കൃഷി, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 65 ഏക്കർ ഇവന്റെ പേർക്കുള്ള. പിന്നെ നമ്മുടെ കല്ലാര ടൗണില് ഒരു 3 നില കെട്ടിടമുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തേക്കാ. ശരിക്കും ആ വാടക മതി. നീ കണ്ടോ കുത്തുന്നേ? ഉള്ളതല്ലേ പറഞ്ഞ്. പിന്നെ ഇവന്റെ മൂത്തങ്ങള് 4 പെണ്ണുങ്ങളാ. അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു. ഇപ്പൊ ഇവനും അമ്മച്ചി മാത്രമേ ഉള്ളൂ വീട്ടില്. അമ്മച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടുത്തെ അമ്മച്ചിക്കാനായിട്ട് മേലാണ്ടിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. ഒന്ന് കാണാൻ പറ്റൂ? പിന്നെന്താ കാണാലോ. ഇവര് നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ ഒരുപാടുണ്ടോ അമ്മച്ചി? മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റ്. കുഴപ്പമില്ല, ഫിസിയോതെറാപ്പിക്ക് ഉള്ളതാ. ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ? ഇതന്നെ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ടേക്കണേ. ഈ മേലാത്തവർ കിടക്കണ മുറിയുണ്ടല്ലോ, എപ്പോഴും നല്ല വായുസഞ്ചാരം ഉണ്ടാവണം. ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നേ. നോക്കിയേ, അല്ലേ അമ്മച്ചി? മോനെ ഏതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സ്ലീവാ. അമ്മച്ചിയുടെ മോളെ പെണ്ണാണാ വന്ന ഹൈ റേഞ്ചിൽ നിന്ന്. ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്തെ? കരുവാളിച്ചിട്ടുണ്ടല്ലോ കാല്. ആ അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ? ഇല്ല. ആ രക്തോട്ടം ഇല്ലാത്തന്നെ. നമ്മുടെ ഈ തൊട്ടാവാടി ഇല്ല അമ്മച്ചി, തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിയും ഇച്ചിര ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി. രക്തം നല്ല സൂപ്പറായിട്ട് ഓടും. അത് നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടിയല്ല. ആണോ? നമ്മളവിടെ പറമ്പ് ഒത്തുക. ഞാൻ വേണേ അറിയുമ്പോൾ കുറച്ച്, അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ. എന്നാ സുഖമെന്നറിയോ? നല്ല ശുദ്ധ വായുവും വെളിച്ചവും. അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖം മാറുന്നേ. എൽദോച്ച മോന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്താ പിന്നെ അമ്മച്ചി കിടന്നു, ഞങ്ങൾ ഇറങ്ങിക്കുക. ഇനി ഒരു അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയേ. ആന്റിയെ ദേ ചായ കാപ്പിയൊന്നും എടുക്കല്ലേ, ഞങ്ങൾ വഴി കുടിച്ചേച്ചാ വന്നേ. ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് വന്നേ. ഒന്നുമില്ലും പെണ്ണ് കാണാൻ വന്നല്ലേ, അതല്ലേ എനിക്ക് മര്യാദ. എടാ നിൽക്കുന്ന നമുക്ക് എന്തായാലും മാറ്റി എടുത്ത് സംസാരിച്ചോ. ഓ എനിക്ക് അങ്ങനെ മാറ്റി നിർത്തി പറയാനൊന്നുമില്ല. ഇതുപോലൊരു അമ്മച്ചി എന്റെ വീട്ടിലുണ്ട്. ആ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കിയാച്ചാ മതി. ഇതാ ശ്രീവാച്ചന്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു തീരുമാനമാക്കിയിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞാച്ചാ മതി. ശരി എന്നാ. നീ ആദ്യം ചോദിക്കണേ. എന്നാടി എന്നാ എന്നാ അമ്മച്ചി? ചാച്ചാ പെണ്ണ് എങ്ങനെയുണ്ട് ചാച്ചാ? ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ നമ്മുടെ ഇവിടെ ആരെപ്പോലെ ഇരിക്കും? മുടിയുണ്ടോടാ? മുടി മുടി കാണും. പൊക്കമുണ്ടോ? പൊക്കം ഞാൻ അങ്ങനെ നോക്കില്ലെന്നേ. അപ്പൊ നീ ഇതൊന്നും നോക്കിയില്ലേ? പിന്നെ നീ എന്നാ കാണാൻ പോയതാ? അമ്മച്ചി ആ ഫോൺ എടുത്താ കുട്ടിയച്ഛനൊന്ന് വിളിച്ചേ, അപ്പൊ അറിയാനുള്ള കാര്യം. അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ചാച്ച പറയട്ടെ, പറയാച്ചാ. ദേ അമ്മച്ചി, ഇവന് പെണ്ണുകൊണ്ട് പരിചയമില്ലാത്താണ്. ഇവന്റെ ഇഷ്ടം മാത്രം നോക്കരുത്. നമ്മളെല്ലാവരും കൂടെ പോയി പെണ്ണ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീരുമാനിച്ചാ മതി. അതല്ലേ അനജി, എന്റെ ഇഷ്ടത്തിനോട് ഒരു വിലയില്ലേ? അതുകൊള്ളാലോ. നീ ഒന്നും മിണ്ടാതിരി. അവൻ ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞാൽ മാത്രം മതി. ഇവിടെ കുട്ടായി, വൈകുന്നേരം അച്ഛൻ വിളിച്ചായിരുന്നു. അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന്. നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താന്നാ പറഞ്ഞേ. ഓ പിന്നെ ഞങ്ങളുടെ നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾക്കൂടെ ഒന്ന് അറിയണ്ടെന്നേ. ഡി
നീ ആ ഫോൺ എടുത്ത് ആന്റിമാരി ഒന്ന് വിളിച്ചേ. കൊച്ചേ നീ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിൽ പോ. നീ വിളിയടി. കുട്ടായി പെണ്ണിന്റെ ആൾക്കാരൊക്കെ എങ്ങനെ ഉണ്ടടാ? അമ്മച്ചി എന്നോടൊന്നും ചോദിക്കണ്ട. എന്നാന്ന് വെച്ചാൽ അവളമാരെ കൂടെ തീരുമാനിക്കട്ടെ. ഞാനൊന്നും പറയാനുള്ളൂ.